നല്ലൊരു സിനിമ നല്ലൊരു ക്ലാസ് ഞങ്ങളൊരു 15 അതില് 9 പേരും ഉറങ്ങി. ഇപ്പൊ ഒന്നുമില്ല. ആക്ഷൻ സിനിമ ലാസ്റ്റ് ലവ് ഫീലിംഗ് റൊമാൻസിലോട്ട് മാറ്റി കിടന്നു. രക്ഷയില്ല പടം. ഓക്കെ, ഒരു രക്ഷയില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയതിലുണ്ട്. അടിപൊളി. ഇമോഷണൽ ആയിരുന്നാലും ഫൈറ്റ് സീൻ ആയിരുന്നാലും ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ. കൊള്ളാം കേട്ടാ. ഒരു ഇത്ര വർഷം കാത്തിരുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. സിനിമ കൊള്ളാം. ഭയങ്കര സിനിമ. അടിപൊളി. നല്ല സിനിമ. സൂപ്പർ സിനിമ. അടിപൊളി സിനിമ. സൂപ്പർ ഫാമിലി സിനിമ. പടം ഇങ്ങയില്ല, ഒന്നുമില്ല. പടം കുഴപ്പമില്ല, ഭയങ്കര ലാഗാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഭയങ്കര ലാഗാണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലെന്ന് പറയാൻ കുഴപ്പമില്ല. വലിയ ഹൈപ്പില്ലാതെ പറഞ്ഞ പടം തന്നെ ആ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നോക്കാം, കണ്ടിരിക്കണം പടം. സൂപ്പർ ഫാമിലി ഔട്ട്സ്റ്റാൻഡിങ്. ഞങ്ങൾക്ക് സിനിമയിലെ പ്രധാന തലയെ മാത്രം കണ്ടാൽ മതി. ഇതാണ് ഇല്ലേ, ഞങ്ങൾക്ക് അവനെ മാത്രം കാണണം. ഇത് തന്നെ നല്ല സിനിമ. നല്ല മേക്കിംഗ് ആയിരുന്നു, പക്ഷെ സിനിമ പ്രതീക്ഷിച്ച അത്ര കുഴപ്പമില്ല. കൊള്ളാം, നല്ല പടം. കൊള്ളാം, പടം കൊള്ളാം. പക്ഷെ സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു. സബ് ടൈറ്റിൽ തമിഴായിരുന്നു. ആ ഭാഷ അസർബൈജാനി അല്ലേ? സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുക്കും ബ്രോ. ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവൂല. പടം നൈസാണ്, സ്ലോപ്പാണ് സാധനമാണ്. തമിഴില് ഇപ്പൊ നമുക്ക് തമിഴ് പടം തമിഴ്മാരെ മാത്രമല്ലല്ലോ കാണുന്നത്, എല്ലാവരും കാണാനല്ലേ, അതൊരു വിഷയമാണ്. ആദ്യമൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് നൈസാ. സെയിം സ്ലോപ്പാണ് സാധനം. കൊള്ളാം, കുഴപ്പമില്ല. പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കൊമേഴ്ഷ്യൽ ഫുള്ളി കൊമേഴ്ഷ്യൽ അല്ലേ, നമ്മൾ സ്ഥിരം കാണുന്ന അജിത്തിന്റെ പടം പോലെ അല്ല. പുള്ളിയെ വളരെ നോർമലായിട്ടൊക്കെയാണ് കാണിച്ചത്. അങ്ങനെ ബിൽഡപ്പോ കാര്യങ്ങളൊന്നുമില്ല. എൻഗേജിങ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും എൻഗേജിങ് ആണ്. കണ്ടിരിക്കാം, നല്ല പടം. സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിലില്ല, തമിഴ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭാഷ കൂടുതൽ അസർബൈജാൻ, അത് ലാംഗ്വേജ് ഒന്നും അറിയില്ല അതുപോലത്തെ. പക്ഷേ എന്നെ അറിഞ്ഞ സിനിമ ശേഷം ഒരു പറ്റിയൊരു മൂവിയാണ് അജിത്ത് ഇപ്പൊ തന്നത്. ഓക്കെയാണോ? ഞങ്ങള് ഒരു 12 വന്ന് അതിന് 10 പേര് ഉറങ്ങി. സിനിമ ഇപ്പോൾ ഉറക്കമായിരുന്നു. മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ല സിനിമയെ കുറിച്ച്. സിനിമ ക്ലാസ് സിനിമയാണ്, ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. പക്ഷെ അജിത്തിന് പറ്റൊരു കാറ്റഗറിയാണ് ഇപ്പൊ നടന്നത്. കാര്യമായിട്ട് ഓക്കെ, സിനിമ ഓക്കെയാണ്. ഒരു 10 വർഷം നേരത്തുള്ള നല്ലൊരു ക്ലാസ് മൂവി. ഒരു രക്ഷയില്ലായിരുന്നു കാര്യം. സാധാരണ തമിഴ് സിനിമ പോലെ അടി പിടി കുത്ത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നല്ല ക്ലാസ് മൂവി. എല്ലാവരും ഒരു അമിത പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ വരിക, തിയേറ്ററിൽ വന്ന് ബ്ലാസ്റ്റായി പോവുക തിരിച്ച്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളൊരു വിജയ് സിനിമയാണെങ്കിൽ നമ്മൾ 450 രൂപ ടിക്കറ്റിന്റെ പൈസ ഫെയർ ചെയ്യണം. ഇതാകുമ്പോൾ അജിത്തിന്റെ സിനിമയ്ക്ക് നമ്മൾ 220 രൂപ കൊടുത്താൽ മതി. നമ്മള് കൊള്ളാം, സൂപ്പർ സിനിമ. നൈസ്, അടിപൊളി. തലയുടെ എക്സ്ട്രീം ലെവലാണ് കണ്ടത്. കിടു പടം, കിടു എന്ന് പറയാ കിടു. ഒന്നും പറഞ്ഞില്ല ബ്രോ, കുഴപ്പമില്ല. എന്താ പടം കുഴപ്പമില്ല, പക്ഷെ ക്ലൈമാക്സ് കുറച്ച് മോശമായി, അത്ര ഉള്ളൂ. ബാക്കി അത് അതിന് മുന്നേ കുഴപ്പമില്ലായിരുന്നു പടം. അല്ല, ഒരു അജിത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ് ഞാൻ കണ്ട. അതായത് ഒരു ക്ലാസിക് ഫിലിം. അതൊന്നും പറയാനില്ല. മേക്കിംഗ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ക്ലൈമാക്സിന് തൊട്ട് മുന്നേ വെച്ച് പടത്തിനൊന്ന് മോശമാക്കി, അത്രേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് ഫാസ്റ്റായിട്ട് മൂവിങ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം, മറ്റേ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ എന്താ പറയാൻ വേണ്ടിയിട്ട്, അസർബൈജാൻ ഇംഗ്ലീഷ് കുറച്ചുണ്ടായ സമയത്ത് നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് തമിഴ് വായിക്കാറുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും, എല്ലാവർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. സബ് ടൈറ്റിൽ കൊടുത്ത ഫുള്ളും തമിഴാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ മലയാളി കേരളത്തിൽ വർക്കൗട്ട് ആകത്തില്ല.
തമിഴ്നാട് ഓക്കെയാണ്, പക്ഷെ സബ്ടൈറ്റിലും ഒരു 70% ഫുള്ള് തമിഴാണ്. അതുകൊണ്ട് ജസ്റ്റ് അതൊരു ഇതാണ്. പക്ഷെ അടിപൊളി സിനിമയാണ്. പക്ഷെ ഒരു എൻജോയ് ഉണ്ടായിരുന്നു, ഒറ്റ പാട്ടിന് മാത്രം ഉണ്ടായിരുന്നു.